രാജ്യം ഉറ്റുനോക്കുന്നത് ഈ വർഷം അയോധ്യയിലേക്കാണ്. അയോധ്യ ചർച്ചാ വിഷയമാകുന്നതിനൊപ്പം പുരാവസ്തു ഗവേഷകനായിട്ടുള്ള കെ മുഹമ്മദിന്റെ വാക്കുകളും ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നുണ്ട്. അയോധ്യയ്ക്കൊപ്പം കാശിയിലെ ഗ്യാൻവാപ്പിയും മധുരയിലെ ഷാഹിദ് പള്ളിയും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നാണ് കെ മുഹമ്മദ് നിലപാട്. ഗ്യാൻവാപ്പിയും ഷാഹി ഈദ്ഗാഹും അയോധ്യയ്ക്ക് തുല്യമാണ്. രാമജന്മഭൂമി പോലെ പ്രാധാന്യമുള്ളതാണ് കൃഷ്ണന്റെ ജന്മഭൂമിയും. താൻ RSSകാരനോ BJPക്കാരനോ അല്ലെന്നും കെ മുഹമ്മദ് ന്യൂസ് 18നോട് പറഞ്ഞു. അയോധ്യയിൽ തർക്കഭൂമിയിൽ ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു ഗവേഷകനാണ് കെ മുഹമ്മദ്. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ദിവസങ്ങൾ അടുക്കുന്നതുകൂടി അയോധ്യയാണ് രാജ്യത്തെ സജീവ ചർച്ചാ വിഷയം. രാഷ്ട്രീയ മുതലെടുപ്പും അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നടക്കമുള്ള വിവിധ വിഷയങ്ങൾ സജീവ ചർച്ചയായി അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഈ അയോധ്യ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് വിധിയിലേക്ക് വരെ കാരണമായ പഠനങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ സംഘത്തിലെ ഒരാൾ മലയാളി കോഴിക്കോട്ടുകാരനായ ശ്രീ കെ മുഹമ്മദാണ് നമ്മോടൊപ്പം ഉള്ളത്. സർ, ഇങ്ങനെയാണ് ഈ ഒരു എക്സ്കവേഷന്റെ ഭാഗമായി മാറിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചരിത്ര നിയോഗം പോലെയുള്ള ഈ അയോധ്യ എക്സ്കവേഷന്റെ ഭാഗമായി താങ്കൾ എങ്ങനെയാണ് മാറിയത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സ്ഥലത്ത് അയോധ്യയിൽ ഒരു എക്സ്കവേഷൻ നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന്. പക്ഷേ ഞാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ സ്കൂൾ ഓഫ് ആർക്കിയോളജി ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത അവസരത്തിൽ പ്രൊഫസർ BB ലാലിൻ്റെ കീഴെയാണ് ഞങ്ങൾ എക്സ്കവേഷന് വേണ്ടി പോയത്. എക്സ്കവേഷന് വേണ്ടി പോയ അവസരത്തിൽ അവിടെ പൂട്ടിയിരുന്നു ഈ പ്രധാന കവാടം. അപ്പോൾ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾക്കുള്ളിൽ പോകാൻ പറ്റില്ല, കാരണം ഇത് കോൺട്രവേഴ്സ്യലാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കോൺട്രവേഴ്സിയായിട്ട് ഞങ്ങൾക്ക് ബന്ധമല്ല, ഞങ്ങൾ റിസർച്ചേഴ്സാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഉള്ളിൽ കടത്തി വിട്ടു. ഉള്ളിൽ കടത്തിയ അവസരത്തിൽ ഈ ഞങ്ങൾ നോക്കിയത് ഈ പള്ളി നിൽക്കുന്ന 12 തൂണുകൾ ഉണ്ടായിരുന്നു. ആ തൂണുകൾ മുഴുവനും ഹിന്ദു ക്ഷേത്രങ്ങളുടെ തൂണുകളായിരുന്നു. അപ്പോൾ ചോദിക്കാതെ എങ്ങനെയാണ് ഹിന്ദു ക്ഷേത്രമാണോ മുസ്ലിം പള്ളിയാണോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞങ്ങൾ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഡിസൈൻ ഇതെത്ര വർഷം മുമ്പാണ് ഞങ്ങൾ സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് എന്നാണ് ഇത് പറയാം. ഇതല്ലാതെ സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ഡേറ്റിംഗ് ഉണ്ട്, അത് അബ്സല്യൂട്ട് ഡേറ്റിംഗ് എന്ന് പറയും. അത് C14 മെത്തേഡ് എന്ന് പറയും, തെർമോലൂമിനസൻസ് മെത്തേഡ് എന്ന് പറയും. അതൊക്കെ വളരെ പ്യൂർലി സയൻറ്റിഫിക് ആയിരിക്കും. ഇത് സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് 12ാം നൂറ്റാണ്ടിലുള്ളതാണ് എന്നുള്ളത്. അങ്ങനെ അതിനുശേഷം അതിൽ പൂർണ്ണ കലശ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഓഫ് പ്രോസ്പെരിറ്റി ആണ് ഹിന്ദുയിസത്തിൽ. വൺ ഓഫ് ദ അഷ്ടമംഗല ചിഹ്നാസ് 8 ഓസ്പീഷ്യസ് സിമ്പിൾസ് ഉണ്ട് ഹിന്ദുയിസത്തിൽ. അതിലൊന്നാണ് ഇത്. ഇന്നും നമ്മൾ ഒരു പ്രധാനപ്പെട്ട ശങ്കരാചാര്യർ വരികയാണെങ്കിൽ അദ്ദേഹത്തെ ഗാർലാൻഡ് ചെയ്ത് സ്വീകരിക്കാൻ പാടില്ല, അതിന് വേഷ്ടി കൊടുക്കാനും പാടില്ല, പൂർണ്ണ കലശം കൊടുത്തിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ പൂർണ്ണ കലശം ഇതിൽ കൊത്തിവെച്ചിരുന്നു. പിന്നെ കുറച്ച് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഡിഫേസ് ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്ത അവസരത്തിൽ ഒന്ന് വെസ്റ്റേൺ സൈഡും സദേൺ സൈഡും എക്സ്കവേറ്റ് ചെയ്ത അവസരത്തിൽ ഈ തൂണുകൾ നിൽക്കാൻ വേണ്ടി ഉറപ്പാക്കിയ ഇഷ്ടിക ബേസുകൾ കിട്ടുകയുണ്ടായി. പിന്നെ അതല്ലാതെ കുറച്ച് ടെറക്കോട്ട പ്രതിമകൾ, ധാരാളം പ്രതിമകൾ, അതും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഒരു മുസ്ലിം പള്ളിയാണെങ്കിൽ പ്രതിമകൾ കിട്ടാൻ പാടില്ല. ഇതൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന നിഗമനത്തിൽ പ്രൊഫസർ BB ലാൽ എത്തുന്നത്. ഞങ്ങൾ അതിൻ്റെ ഭാഗമായിരുന്നു. അതൊരു ഇഷ്യൂ ആക്കി അന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ അത് പ്രധാനമായിട്ടും JNUവിലെയും അതേപോലെ അലിഗറിലെയും അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പ്രൊഫസർ ലാൽ അവിടെ എക്സ്കവേഷൻ നടത്തിയെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഉപോത്ബലമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇവരിലാരും തന്നെ ആർക്കിയോളജിസ്റ്റ് ആയിരുന്നില്ല, ഇവരൊക്കെ ചരിത്രകാരന്മാരായിരുന്നു. 2, ഇവർക്ക് ആർക്കിയോളജിയെക്കുറിച്ച് ടെക്നിക്കൽ സബ്ജക്റ്റാണ്, ഇതിനെക്കുറിച്ച് അറിയില്ല. ആർക്കിയോളജിയെക്കുറിച്ച് സംസാരിക്കാനുള്ള ഡൊമൈൻ കോമ്പിറ്റൻസ് ഇല്ലാത്ത ആളുകളാണ്. 3, ഇവരാരും തന്നെ ആ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്, തികച്ചും തെറ്റായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തത്. അപ്പോൾ ലാൽ സാറിന് അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യേണ്ടിയിരുന്നു. അദ്ദേഹം ഡിഫെൻഡ് ചെയ്തു. നോ,
വി ഹാവ് ഗോട്ട് എ നമ്പർ ഓഫ് തിങ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ടെമ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഡിഫെൻസീവ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഞാനന്ന് മദ്രാസിലാണ് വർക്ക് ചെയ്യുന്നത്, ഡെപ്യൂട്ടി സൂപ്രിൻറ്റൻഡിങ് ആർക്കിയോളജിസ്റ്റ് ആയിട്ടാണ്. ഞാൻ അതിനുശേഷം ഒരു പ്രൊഫസർ ലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനും കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ സ്ഥലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എക്സ്കവേഷൻ നടത്തിയിട്ടുണ്ട്. ഐ വാസ് ദ ഓൺലി മുസ്ലിം ആർക്കിയോളജിസ്റ്റ് ഹു ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ എക്സ്കവേഷൻ. ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഹിന്ദു ടെമ്പിളുമായി അസോസിയേറ്റഡ് ആണ്. അതൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞു വെച്ചു. രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞു, ഐ വാസ് ദ ഓൺലി മുസ്ലിം, ഞാൻ മാത്രമായിരുന്നു ഒരു മുസ്ലിമായിട്ടുള്ള ആർക്കിയോളജിസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര ഒരു സാധാരണ ഹിന്ദുവിന് പ്രാധാന്യമുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ സ്വമേധയ ഈ ക്ഷേത്രം ഉപേക്ഷിച്ച് ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ട് കൊടുക്കണം, ഒരു ഭവ്യ ക്ഷേത്രം അവർ പണിയട്ടെ എന്നും പറഞ്ഞു നിർത്തി. ഇത് തികച്ചും ഈ ഇവർക്കുള്ള ഒരു വലിയ പ്രഹരമായിരുന്നു, ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്കുള്ള ഒരു വലിയ പ്രഹരമായിരുന്നു. കാരണം അവർ മുഴുവനും എന്താണ് അവർ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത്ര ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ മാത്രം അവർക്ക് ധൈര്യമുണ്ടായി. അവർ വിചാരിച്ചു ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന്. ഒന്ന്, പ്രൊഫസർ ലാൽ സംസാരിച്ച്, അദ്ദേഹം സാധാരണ സംസാരിക്കാറില്ല, അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാറില്ല. അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് തന്നെ ഒരു വലിയ പ്രഹരമായിരുന്നു. രണ്ടാമത് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് അത് മറ്റൊരു പ്രഹരമായിട്ട് മാറി. അപ്പോൾ ഇതോടുകൂടി പിന്നെ അവർക്ക് മറുപടി ഇല്ലാതായിപ്പോയി, അവർക്ക് മറ്റൊരു മറുപടി ഇല്ലാതായിപ്പോയി. അത് ഒന്നാമത്തെ സ്റ്റേജായിരുന്നു. രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത് 2003 അലഹബാദ് ഹൈക്കോടതിൻ്റെ പിന്നെ ഓർഡർ പ്രകാരം രണ്ടാമതൊരു എക്സ്കവേഷൻ നടത്തി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 12 തൂണുകളുടെ ഭാഗങ്ങളായിരുന്നു. ഇപ്പം രണ്ടാമത്തെ എക്സ്കവേഷൻ നടത്തിയ അവസരത്തിൽ 12 തൂണുകളല്ല 50-ൽ പരം തൂണുകളുടെ അടിഭാഗത്തുള്ള ബ്രിക്ക് ബേസസ് കിട്ടി. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കലശമായിരിക്കും, അതിൻ്റെ കീഴെ അമൽഗ ഉണ്ടായിരിക്കും. ആ അമൽഗയുടെ ഭാഗങ്ങൾ പള്ളിയുടെ താഴെ നിന്ന് കിട്ടി. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ ശിഖര പോർഷൻ ഉണ്ട്. ആ ശിഖര പോർഷൻ്റെ ധാരാളം ആർക്കിടെക്ചറൽ മെമ്പേഴ്സ് താഴെ നിന്ന് കെട്ടുകയുണ്ടായി. ഇതിനും പുറമെ ക്ഷേത്രത്തിൻ്റെ എന്നും കുളിപ്പിക്കണം, പ്രധാനപ്പെട്ട ഡയറ്റിയെ കുളിപ്പിക്കണം. അതിൻ്റെ അഭിഷേക ജലം ഒഴുകിപ്പോകുന്ന പ്രണാള എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ പ്രണാള എപ്പോഴും മുതലയുടെ രൂപത്തിലായിരിക്കും. കാരണം മുതലയെ ഞങ്ങൾ കണക്കാക്കുന്ന ഇന്ത്യൻ ഐക്കണോഗ്രാഫിയിൽ കണക്കാക്കുന്നത് ഗംഗാ നദിയുടെ പിന്നെ റെപ്രസെൻറ്റേഷനായിട്ടാണ്. അത് കിട്ടി. അപ്പോൾ ഇതേപോലുള്ളൊരു മുതലയുടെ മുഖം ഒരിക്കലും തന്നെ ഒരു മസ്ജിദ് ഏരിയയിൽ നിന്ന് കിട്ടുകയില്ല. ഇതിനും പുറമെ 243 പ്രതിമകൾ കിട്ടുകയുണ്ടായി. അതിൽ പാമ്പിൻ്റെതുണ്ട്, സ്ത്രീയുടേതുണ്ട്, ചെണ്ട കൊട്ടുന്നൊരു സ്ത്രീയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെണ്ട കൊട്ടുന്ന സ്ത്രീയുടെ പ്രതിമ ഒരു പള്ളിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്? ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ അത് ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള ധാരാളം കിട്ടുകയുണ്ടായി. പിന്നെ അതിനു ശേഷം ഒരു വിഷ്ണു ഹരി ശിലാഫലകം എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ദാറ്റ് വാസ് ഇൻ 20 വേഴ്സസ്. ആ 20 ലൈനുകളുള്ളൊരു ഇൻസ്ക്രിപ്ഷൻ. അതിൽ വളരെ ക്ലിയറായി പറയുന്നുണ്ട്, ഈ മഹാവിഷ്ണു ക്ഷേത്രം ബാലിയെ കൊന്ന ആൾക്കാൻ വേണ്ടിയാണ് സമർപ്പിക്കുന്നത് എന്ന്. ആരാണ് ബാലിയെ കൊന്നത്? രണ്ടാമത് പറയുന്നത് 10 തലയുള്ള ആളെ കൊന്ന ആൾക്കാണ് സമർപ്പിക്കുന്നത്. അതാരാണ്? ശ്രീരാമനാണ്. ഇങ്ങനെയുള്ള വളരെ വളരെ കനമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നുള്ള നിഗമനത്തിലെത്തിയതും അത് പിന്നീട് സുപ്രീം കോടതി തന്നെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ സുപ്രീം കോടതി ചെയ്തൊരു വളരെ ബാലൻസ്ഡ് ജഡ്ജ്മെൻറ്റാണ്. കാരണം മുസ്ലിങ്ങൾക്ക് 2.67 ലാൻഡിന് വേണ്ടിയായിരുന്നു അവർ കേസ് കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഡബിളായിട്ടുള്ള സ്ഥലം മുസ്ലിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് കൊടുത്തു. അവിടെ ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഒരു ഭവ്യമായിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയും അതേപോലുള്ള മറ്റ് സാംസ്കാരിക സൗധങ്ങളും ഉയരുമെന്നാണ് നമുക്കുള്ള പ്രതീക്ഷ. അപ്പോൾ ഇതൊരു നല്ല ശുഭ പര്യാവസായിയായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. അതിന് നമ്മളെല്ലാവരും ശരിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒന്ന് ഹോണറബിൾ സുപ്രീം കോർട്ടാണ്. അവരുടെ ജഡ്ജ്മെന്റ് കൊണ്ടാണ് ഇത്രയും നല്ലൊരു ജഡ്ജ്മെന്റ് ആക്കാനും അതേപോലെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞത്.
ഈ താങ്കളൊരു മുസ്ലിം ആണെങ്കിലും ഈ രാമക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രാമക്ഷേത്രം എന്തുകൊണ്ട് അവിടെ വീണ്ടും വരണം, പുനഃസൃഷ്ടിക്കപ്പെടണം എന്ന് ചിന്തിച്ചു? ഞാനൊരു ആർക്കിയോളജിസ്റ്റ്. പള്ളി തന്നെ തുടരട്ടെ എന്നൊരു മനസ്സിൽ പോലും അങ്ങനെ ഒരു വിചാരം വരാതിരുന്നു? ഒരിക്കലും ഉണ്ടായില്ല. കാരണം ഞാനൊരു ആർക്കിയോളജിസ്റ്റാണ്. അപ്പോൾ ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ അപ്രോച്ച് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കും, ആർക്കിയോളജിക്കലി ആയിരിക്കും. പിന്നെ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ നാട്ടിൻ്റെ എല്ലാറ്റിനെയും യൂണിഫൈങ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ ആളുകളെയും യൂണിഫൈ ചെയ്യുന്നൊരു ഫോഴ്സാണ് അദ്ദേഹം. ഇവിടെ മാത്രമല്ല, എൻ്റയർ ഏഷ്യ. ഇപ്പോൾ നമ്മൾ ചൈനയിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് രാമായണമുണ്ട്, കൊറിയയിൽ പോവുകയാണെങ്കിൽ അവിടെയുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇതിലുള്ള വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ മുസ്ലിം കൺട്രീസാണ്. അവർക്കും അവരുടേതായിട്ടുള്ള രാമായണമുണ്ട്. അപ്പോൾ ഈ രാമായണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എൻ്റയർ ഏഷ്യയെ ഒരേ യൂണിഫൈങ് ഫോഴ്സിൽ കൊണ്ടുവരുന്ന ഒരു വലിയ ശക്തിയാണ്. അതിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഭാഗം ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് ഞാൻ കൾച്ചറൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ കടമയാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഞാൻ 100-ൽ പരം ക്ഷേത്രങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും കൊള്ളക്കാരുടെ, ചമ്പൽക്കാടുകളിലെ കൊള്ളക്കാരുടെ കൂടെ നിന്നുകൊണ്ട് അവിടെ 80-ൽ പരം ക്ഷേത്രങ്ങൾ അവിടെ പുനരുദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള ജോബാണ്. ഏത് സമയത്തും മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കേണ്ട സ്ഥലങ്ങളാണ് ഈ ചമ്പൽക്കാടുകളൊക്കെ. അപ്പോൾ അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറി. അതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ സാംസ്കാരിക കാര്യങ്ങളോടുള്ള നമ്മളുടെ ബന്ധം എങ്ങനെയാണോ അതിനെ ആശ്രയിച്ച് നിൽക്കും. പക്ഷേ ഇതിനുശേഷം ബാബറി വിധിക്ക് ശേഷം ഇപ്പം ഗ്യാൻവാപ്പിയിലായാലും മധുരയിലെ മോസ്കായാലും ഇവിടെയൊക്കെ ഇപ്പം ഗ്യാൻവാപ്പിയിൽ സർവേ നടക്കുന്നു. ഇതൊരു പ്രവണതയായി മാറുന്നില്ല. ഇത് പ്രവണതയായി മാറാൻ പാടില്ല. പക്ഷേ അതിന് പിന്നെ ചില കർത്തവ്യം മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാകണം. ഈ 3 സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കൃഷ്ണന്റെ ജന്മസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെ ഇതിലാണ്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ശിവന്റെ സ്ഥാനം ഗ്യാൻവാപ്പി. കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. ആ തയ്യാറായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ മുന്നോട്ട് വരും. ആ തമ്മിലുള്ള മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള ഈ വിടവ് നികത്താനുള്ള ഒരു സുവർണ അവസരമാണിത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ വില്ലിംഗ്ലി ഈ സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്, ഹിന്ദു സമുദായത്തിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനിൽ അവർ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓ, എത്ര പലതാണ് അവിടെ. നിങ്ങൾ ഇപ്പം പോയി നോക്കിയാലോ, അത് ക്ഷേത്രങ്ങളുടെ നടുവിലാണ് ഈ ഗ്യാൻവാപ്പി കിടക്കുന്നത്. അതിൻ്റെ നേരെ മുമ്പിൽ നന്ദി എന്ന് പറയുന്നത് ശിവന്റെ വാഹനമാണ്. വാഹനം വൃഷഭോ യസ്യ വാസുകി കണ്ഠഭൂഷണം വാമേ ശക്തിതരം ദേവ വാകാരായ നമോ നമ. ആ നന്ദി നേരെ പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, അയോധ്യയുടെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ. പക്ഷെ അതിനിടെയാണ് പുരാവസ്തു ഗവേഷകനായ KK മുഹമ്മദിന്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് അയോധ്യയ്ക്ക് പിന്നാലെ ഗ്യാൻവാപ്പിയും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നാണ് KK മുഹമ്മദ് പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രസ്താവനയും അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്? ടോം, നമുക്ക് ഈ നിലവിലെ പ്രസ്താവന ചർച്ച ചെയ്യുന്നതിന് ഒപ്പം ഈ എന്ത് തരത്തിലാണ് അയോധ്യ വിധിയിൽ KK മുഹമ്മദ് സ്വാധീനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹം ഏത് തരത്തിൽ ഈ വിധിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾക്ക് കാരണക്കാരനായി എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം സ്വമേധയാ നടത്തിയ അല്ലെങ്കിൽ അക്കാദമിക താല്പര്യങ്ങളോടുകൂടി നടത്തിയ അയോധ്യ ബാബറി മസ്ജിദ് പള്ളിയിൽ നടത്തിയൊരു പര്യവേക്ഷണം, ആ പര്യവേക്ഷണത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെതായ
ചില ചെറിയ തെളിവുകൾ കിട്ടുന്നു. പിന്നീട് ഈ തെളിവുകളൊന്നും ലഭിച്ചില്ല എന്ന് ഒരു വശത്തു നിന്നും വാദമുയർന്നപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ സർക്കാരിന്റെ ചട്ടങ്ങളൊക്കെ ലംഘിച്ച് ഒരു വാർത്താസമ്മേളനം വിളിച്ച് തങ്ങൾക്ക് ഇവിടെ നിന്നും ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് ഈ കെ കെ മുഹമ്മദ്. അതിനുശേഷം പിന്നീട് വാദമുഖങ്ങൾ പലതും കോടതികളിലൊക്കെ ഉയരുന്നു. അലഹബാദ് ഹൈക്കോടതി ഈ പള്ളിയിൽ പര്യവേക്ഷണം വേണമെന്ന ഒരു ഉത്തരവിറക്കുന്നു. പിന്നീട് ഈ കെ കെ മുഹമ്മദ് കൂടി ഉൾപ്പെട്ട സമിതി നടത്തിയ ഈ പര്യവേക്ഷണത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ അവശിഷ്ടങ്ങൾ ലഭിക്കുകയും പിന്നീട് സുപ്രീം കോടതിയിൽ ഈ കേസ് പോയപ്പോൾ ആ കേസ് അനുകൂലമായി രാമജന്മഭൂമി അനുകൂലമായ വിധി ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്ത് ഒരു തരത്തിൽ കാരണക്കാർ ഈ അയോധ്യയിൽ ഈ ക്ഷേത്രം ഉയരുമ്പോൾ അതിന് കാരണക്കാരനായ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാൾ കൂടിയാണ് ഈ കെ കെ മുഹമ്മദ് എന്ന് നമുക്ക് പറയാം. അദ്ദേഹമാണിപ്പോൾ ഈ 2 ക്ഷേത്രങ്ങൾ കൂടി ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾ സ്വമേധയാ വിട്ടു നൽകണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ ഒരു 2 ഘട്ടമായി തിരിച്ച സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ 2ആയി തിരിച്ച ഒരു സംഭവമായിരുന്നു ബാബറിയുടെ തകർക്കൽ. പിന്നീട് വർഷങ്ങൾ വ്യവഹാരങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും അവിടെ ക്ഷേത്രം ഉയരുകയും ചെയ്തു. അടുത്ത ഈ മാസം അവസാനം ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മറ്റ് ചിലയിടങ്ങളിൽ കൂടി പള്ളികൾക്ക് മേൽ അവകാശവും വാദവുമായി ഹിന്ദു സംഘടനകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ഏറ്റവും പ്രധാനമായി ഹിന്ദു സംഘടനകൾ ആവശ്യമുന്നയിക്കുന്ന 2 ക്ഷേത്രങ്ങളാണ്, 2 പള്ളികളാണ് കാശിയിലെ ഗ്യാൻവാപിയും ഒപ്പം മഥുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളിയും. ഈ 2 പള്ളികളിലും ക്ഷേത്രങ്ങൾക്ക് സമാനമായ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളായിരുന്നു എന്ന് തന്നെയാണ് കെ കെ മുഹമ്മദ് വ്യക്തമാക്കുന്നത്. 2 ഇടങ്ങളിലും പര്യവേക്ഷണം നടത്തിയിട്ടുള്ള ആളാണ് താൻ. അതുകൊണ്ട് ഈ പള്ളിക്കുള്ളിലെ പല നിർമ്മാണങ്ങളും ക്ഷേത്രങ്ങളോട് സാമ്യമുള്ളതാണ്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ രാമജന്മഭൂമി പോലെ കൃഷ്ണൻ ജനിച്ച സ്ഥലവും ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ കാശിയും, ഈ 2 ഇടങ്ങളിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് മുസ്ലിങ്ങൾ തയ്യാറാവണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മറ്റിടങ്ങളിലൊന്നും പിന്നീട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. ഈ 3 ക്ഷേത്രങ്ങൾ, അതായത് അയോധ്യയിലെ ക്ഷേത്രം, മധുരയിലെ കൃഷ്ണന്റെ ക്ഷേത്രം, കാശിയിലെ ശിവന്റെ ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങൾ ലഭിക്കുന്നതുകൂടി തൃപ്തരായി ഹിന്ദുക്കൾ ഈ മറ്റ് ക്ഷേത്രങ്ങളിൽ മേലുള്ള അല്ലെങ്കിൽ പള്ളികളിൽ മേലുള്ള അവകാശവാദം അവസാനിപ്പിക്കണമെന്നും പറയുന്നു. എന്തായാലും വളരെ പ്രസക്തമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ വളരെ സജീവമായി അന്തരീക്ഷത്തിൽ ചർച്ചയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കെ കെ മുഹമ്മദ് തന്റെ അഭിപ്രായവുമായി അല്ലെങ്കിൽ തന്റെ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ വിധിയിലേക്ക് നയിച്ച സാഹചര്യം കാരണം ബി.ജെ.പി. എന്തായാലും അനീഷ് സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പി. ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുമ്പോഴാണ്, അയോധ്യ ഒരു രാഷ്ട്രീയ ആയുധമാക്കുമ്പോഴാണ് കെ കെ മുഹമ്മദിനെ പോലെ ഒരു പുരാവസ്തു ഗവേഷകന്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഗ്യാൻവാപി ഉൾപ്പെടെ ഉള്ള 2 പള്ളികളും ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾ വിട്ടു നൽകണമെന്ന അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാട്, അഭിപ്രായം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകാനുള്ള സാധ്യതയുമുണ്ട്.